ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കഥ പറയാം. ഒരു വല്ലാത്ത കഥ. എല്ലാവരും കേട്ടോണേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിമുറ്റത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ചീത്ത പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല, പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അയാൾ പിന്നെയും പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് എണീറ്റ് പോയി. സങ്കടം വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് എന്തിനാണ് എണീറ്റ് പോയത്? കണ്ടില്ല അയാൾ എന്നെ ചീത്ത പറയുന്നത്. ആദ്യം അങ്ങ് ചിരിക്കുകയായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അയാൾ നിങ്ങളെ ചീത്ത പറയുമ്പോൾ മലക്കുകൾ തിരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ പറയുമ്പോൾ മലക്കുകൾ തിരിച്ചു പോയി. ഞാനും തിരിച്ചു പോന്നു. കൂട്ടുകാരെ, ഇതിൽ നമുക്ക് ധാരാളം പാഠമുണ്ട്. ഇതെല്ലാം കേട്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് മുത്തനബിയെ കുറിച്ച് ഒരു കഥ പറയാം. ഒരിക്കൽ സൈനബ് എന്നൊരു സ്ത്രീ മുത്തനബി തങ്ങൾക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു. നബി തങ്ങളും സഹാബികളും കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു, ആരും ഭക്ഷിക്കരുത്, കൈകൾ ഉയർത്തുക, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഉണ്ട്. അവൾ മറുപടി പറഞ്ഞു, എന്തിനാണ് നീ ഇതിൽ വിഷം കലർത്തിയത്? നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ വിഷമുള്ളത് അറിയും. അതിനെ പരീക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അവൾ കൂസലില്ലാതെ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ശരി, ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു എന്നിൽ വിഷമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ പോയിക്കോ. നബി തങ്ങൾ അവൾക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞയച്ചു. കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ കഥ കേട്ടല്ലോ. മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് അപ്പോൾ തന്നെ മാപ്പ് കൊടുത്തുവല്ലേ. ഞങ്ങളും ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ്. എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരും യഥാർത്ഥ മുസ്ലിം ആവണം. ആരാണ് യഥാർത്ഥ മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരുത്തരെ ശല്യം ചെയ്യാത്തവരാണ് അവനാണ് യഥാർത്ഥ മുസ്ലിം. കൂട്ടുകാരെ, ഇനി മുതൽ നമുക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദീനത്തിൽ മുത്തുനബിയുടെ വിനയം വിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിനയം വിസ്മയമാകുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ ആ പുണ്യപ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട്. മുത്ത് റസൂലിന്റെ വിനയം പ്രകടമാക്കുന്ന
ചോദിച്ചു. അങ്ങനെ മുന്നിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത്? അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്, മാത്രമല്ല നിങ്ങളെ പോലെ ഞാനും റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രമേൽ വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കുന്ന ഒരു ലോക നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ മുത്തറസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞു എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്നറിയാമോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കഥയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. പ്രിയരെ, ഒരു ദിവസം നബി തങ്ങൾ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. നബിയുടെ പാവം നമ്മുടെ നബി തങ്ങൾ ഇതെല്ലാം മുൻചിരിച്ചു കൊണ്ട് കേട്ടു നിന്നു. അപ്പോൾ അവർക്കിടയിൽ ചിലർ നബിയെ കല്ലെടുത്തരാൻ തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞു, പുന്നാര നബിയെ, ഈ കാണുന്ന മലകൾ അവർക്ക് മുകളിൽ മറിക്കട്ടെ. അപ്പോൾ നമ്മുടെ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്ത സമ്മോദക്കാരാണ്. എന്തൊരു നല്ല മനസ്സ് നമ്മുടെ നബി തങ്ങൾക്ക്. കൂട്ടുകാരെ, ഞങ്ങൾക്കും ഇങ്ങനത്തെ മനസ്സാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നാൽ ഞാൻ പോട്ടെ. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഈ സുന്ദര സുദിനത്തിൽ ഒരു കഥ പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വെറും കഥയല്ലേ കേട്ടോ, നമ്മുടെ മുത്തുനബിയെ കുറിച്ചുള്ള കഥയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, ഒരിക്കൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപത്ത് നിസ്കരിക്കുകയായിരുന്നു. നബി തങ്ങൾ സുജൂദിലായിരിക്കുമ്പോൾ ഒരു ശത്രു വന്നുകൊണ്ട് ഒട്ടകത്തിന്റെ ചിനലിഞ്ഞ കുടൽമാല നബിയുടെ കഴുത്തിലിട്ടു. നബി തങ്ങൾക്ക് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിഞ്ഞില്ല. ഈ കാഴ്ച കണ്ട് ശത്രുക്കൾ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഈ കാഴ്ച നബിയുടെ പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടു. അവൾ ഓടി വന്ന് നബിയുടെ കഴുത്തിൽ നിന്ന് കുടൽമാല മാറ്റി നബി തങ്ങളെ രക്ഷിച്ചു. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചു കഥ? നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടല്ലോ. എന്നാൽ ഞാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കഥകൾ കേട്ടിരിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഒരു മാജിസ് വിവരിക്കുകയാണ് ഞാൻ. കേട്ടിട്ടില്ല നിങ്ങൾ അബൂ ലഹബിനെ? ഖുർആൻ ശപിച്ച മനുഷ്യൻ. അയാളുടെ ഭാര്യയുണ്ട്. അതിലേറെ വൃത്തികെട്ടവൾ, ഇടയ്ക്ക് ചുമയ്ക്കുന്നവളാണെന്ന് ഖുർആൻ അവളെ പരിചയപ്പെടുത്തിയത്. കേൾക്കണോ ഇവളുടെ ക്രൂരത? മുത്തുതങ്ങൾ പോകുന്ന വഴിയെല്ലാം ഇവൾ മുള്ളുകൾ വിരരുന്നു. എന്നിട്ട് എന്ത് കാര്യം? പൂകൾ ചവിട്ടി എന്ന പോലെ നബി തങ്ങൾ അതിൽ ചവിട്ടി നടന്നു പോകും. അപ്പോഴുണ്ടല്ലോ ഈ ഭീകര പെണ്ണിയും ദേഷ്യം കനക്കും. അവൾ തെറിവിന് തുടങ്ങും. കണ്ടില്ല കേട്ടില്ല എന്ന പോലെ നബി തങ്ങൾ നടന്നു പോകും. ഒരിക്കൽ മസ്ജിദുൽ ഹറാമിൽ നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന വേദിയിലേക്ക് അവൾ ഓടി വന്നു. അവളെ കണ്ടപ്പാടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൾ നാവ് മോശമാണ്, നബി അങ്ങ് മാറി നിൽക്കണം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്തിന്റെ നേതാവ് ആദ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലോകമാകെ ആഘോഷിക്കുകയാണല്ലോ. ഈ സുദിനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മുത്ത് നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലി എൻ്റെ ഈ ചെറിയ കഥ നിർത്തട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥയുമായിട്ടാണ്. കഥ എന്തെന്നാ വെച്ചാൽ ഡോറയുടെയും ബുജിയുടെയും കഥയല്ല കേട്ടോ, ഒരു പ്രവാചക കഥ.
കഥയുടെ പേര് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം. ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കുറെ കുട്ടികൾ പുതിയ വസ്ത്രമിട്ടു പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു. തൊട്ടടുത്ത് ഒരു കൊച്ചുകുട്ടി തേങ്ങിക്കരയുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് ചോദിച്ചു, മോനെ മോനെ നീ എന്തിനാണ് കരയുന്നത്? കുട്ടി പറഞ്ഞു, നബിയെ എനിക്ക് പുതിയ വസ്ത്രമില്ല, എനിക്ക് വസ്ത്രം വാങ്ങി തരാൻ ആരുമില്ല. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി പ്രിയ പത്നി ആയിഷ ബീബി റളിയല്ലാഹു തആല വിളിച്ചു, നിനക്കിതാ ഒരു പെരുന്നാൾ സമ്മാനം. നീ ഈ കുട്ടിയെയും കുളിപ്പിച്ച് പുതിയ വസ്ത്രമിട്ടു അത്തരം പൂശി എൻ്റെ കൂടെ പള്ളിയിലേക്ക് അയക്കൂ. ആയിഷ ബീബി റളിയല്ലാഹു തആല അതുപോലെ ചെയ്തു. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ കുട്ടി ചോദിച്ചു, നബിയെ എല്ലാവരും അവരെ ഉപ്പമാരെ കൂടെയല്ല പള്ളിയിലേക്ക് വരുന്നത്, അതിലൊരാൾ എൻ്റെ ഉപ്പ എവിടെ എന്നാൽ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആ മിമ്പറിന്റെ മേലെ ഉണ്ടാവും, ആ മിമ്പറിന്റെ മേലെയുള്ളതാണ് എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞു. അത് കേട്ട് കുട്ടി സന്തോഷത്തോടെ തുള്ളിച്ചാടി. അനാഥ കുഞ്ഞിന്റെ മുമ്പിൽ വച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.